ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമിലെ വിവാഹത്തിന് മുസ്ലിം പെൺകുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് കുറെ വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പെണ്ണും ആണും തമ്മിലുള്ള സിവിൽ കോൺട്രാക്റ്റ് ആണല്ലോ വിവാഹം. എന്നാൽ ഇസ്ലാമിലെ വിവാഹത്തിന് പെണ്ണിന്റെ ഒരു താല്പര്യത്തിനും വിലയില്ല. പുരുഷൻ വന്ന് പെണ്ണ് കാണുന്നു. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ പെണ്ണിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വിവാഹം മാറിപ്പോയി? ഇപ്പോ ചിലപ്പോ കുറച്ച് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവർക്കിടയിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ഇനി ഏതെങ്കിലും മുസ്ലിം മാതാപിതാക്കൾ ഞങ്ങൾ അങ്ങനെയല്ല, ഇനി പെൺകുട്ടികൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന പേരൻസ് ആണ് എന്ന് പറയുന്നെങ്കിൽ അവർ മതത്തിൽ നിന്നും വിഭിന്നമാണ്. ഇപ്പൊ ഒരു സ്ത്രീ മുമ്പൊരിക്കല് എനിക്ക് മറുപടിയുമായിട്ട് വന്നിരുന്നു. ഞാൻ സ്വന്തമായി ലണ്ടൻ വരെ പോയി യാത്ര ചെയ്തിട്ടുണ്ട്, സ്വന്തമായി വാഹനം ഓടിക്കുന്നുണ്ട്, എന്റെ ഭർത്താവിനെ ഞാൻ തന്നെയാണ് തെരഞ്ഞെടുത്തത്, ഈ ജാമിത പറയുന്നത് എന്ത് തരത്തിലുള്ള ഇസ്ലാമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരതൊക്കെ ചെയ്യുമ്പോൾ അവർ ഇസ്ലാമിൽ നിന്നും മാറിപ്പോകുന്നു. അവർ ആധുനിക മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്. അപ്പോ നിങ്ങള് മതം പറയാത്ത, മതം ചെയ്യരുത് എന്ന് അടിവരയിട്ടു പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഇത് മതത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് കെട്ടുന്നത് വളരെ മോശമായ ഒരു പ്രവണതയല്ലേ? ഇപ്പോ വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നാലും പോട്ടെ, നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ പെൺകുട്ടിയുടെ ഇഷ്ടം ചോദിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പെൺകുട്ടി കണ്ടെത്തുന്ന ഒരു പുരുഷനെ മാതാപിതാക്കൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നു. എന്നിട്ട് അവർ ആധുനിക മനുഷ്യരാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. യുക്തിബോധവും വിവരവും വിവേകവുമുള്ള മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു നിയമത്തെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ മാറാൻ സാധിക്കുന്നത്. മതം എന്ത് പറഞ്ഞു? നിന്റെ സുഹൃത്ത് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മതമായിരിക്കരുത്. നിന്റെ സുഹൃത്ത് എങ്ങനെയുള്ളവനായിരിക്കണം? അവന്റെ വിശ്വാസം നോക്കി, അവന്റെ ആദർശം നോക്കി, അവന്റെ തുണി പൊക്കി, അവന്റെ മതം നോക്കി ആയിരിക്കരുത് നീ നിന്റെ സുഹൃത്തിനെ സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്റെ സുഹൃത്തിന്റെ മതം നോക്കണം. ഇന്ന മതത്തിൽപ്പെട്ടവനെ അല്ലാതെ നീ മിത്രമായി സ്വീകരിക്കരുത് എന്നൊരു മതം പറഞ്ഞാൽ നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ഇസ്ലാമിലെ വിവാഹത്തെ സംബന്ധിച്ച് പ്രതികരിച്ചു തുടങ്ങി. അത് വളരെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കേൾക്കാം. ഇനി പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടി വിട്ടുപോയി. ഒരു പെൺകുട്ടിയെ ഒരു മാതാപിതാക്കള് കെട്ടിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ ഇട്ടിട്ട് പോയി, അതല്ലെങ്കിൽ അതിൽ കുറച്ച് കുട്ടികളുണ്ട്, എന്ത് തന്നെ ആവട്ടെ, അയാൾ നോക്കിയില്ല, തൊലാക്ക് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അയാൾ വേറെ കെട്ടിപ്പോയി. അപ്പോ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീ വീട്ടുജോലി ചെയ്തും അതല്ലെങ്കിൽ അവർക്കറിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്ത് അവർ ഈ കുട്ടിയെ വളർത്തി വലുതാക്കി ഒരിക്കൽ കെട്ടിച്ചു കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോഴും അതുവരെ ഈ പെൺകുട്ടിയെ നോക്കാത്ത, ഈ സ്ത്രീയെ തിരിഞ്ഞുപോലും നോക്കാത്ത, ഒരു ഉത്തരവാദിത്വവും നിറവേറ്റാത്ത ഈ പിതാവ് വരണം ഈ പെൺകുട്ടിയെ മറ്റൊരു പുരുഷന് കൈപിടിച്ചു കൊടുക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഏതാണ്ട് 99.9% മുസ്ലിം സ്ത്രീകളും ഭർത്താവിന്റെ വീട്ടിൽ, അതല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നത്. ഇനി അവർക്കുള്ളത് പെൺമക്കളാണെങ്കിൽ പറയാനുമില്ല. ഇതൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അവരുടെ പിന്നീടുള്ള സംസാരങ്ങളും ബുദ്ധിമുട്ടിക്കലും ഒക്കെ. നമുക്കപ്പോ മുസ്ലിം സ്ത്രീകൾ തന്നെ പ്രതികരിക്കട്ടെ. നമ്മൾ പറയുമ്പോൾ അതിനൊരു പഞ്ചില്ല. നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്നൊക്കെ പറയും. എന്ന് കരുതി നമ്മൾ പറയാതിരിക്കില്ല, അത് വേറെ. കേൾക്കാം. മുസ്ലിം സ്ത്രീകൾ അവരുടെ അടിമത്വം എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ പ്ലാറ്റ്ഫോമിലൂടെ അവർ അവരുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കേൾക്കാം. അതായത് ഇസ്ലാം അനുവദിക്കുന്നില്ല പൊതു ഇടത്തിൽ വന്ന് സ്ത്രീകൾ സംസാരിക്കാനും മറ്റുമൊക്കെ. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്.
ആണുങ്ങളെ നോക്കി സംസാരിക്കുക, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ആ വിധികളെ മാനിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ മറിച്ച് ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശരി. അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പലതും പറയാൻ, അവരുടെ അഭിപ്രായങ്ങളെ സംബന്ധിച്ചു പറയാൻ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചു പറയാൻ, ഇസ്ലാമിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാൻ, സ്ത്രീ വിരുദ്ധതകളെ കുറിച്ച് പറയാൻ ജൂതനുണ്ടാക്കിയ മീഡിയ ക്ലബ് ഹൗസ്. ആഹാ, എന്ത് അന്തസ്സാണ്. ഞാൻ ഇന്നൊരു ഗ്രൂപ്പിൽ കയറി അങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് എനിക്കറിയുന്ന അധികം ആൾക്കാരൊന്നും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവര് പല വിഷയങ്ങളും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സ്ത്രീകൾക്ക് പൊതു ഇടത്തിൽ വന്ന് സംസാരിക്കാനുള്ള ഒരു മീഡിയ ഉണ്ടാക്കിയത് ജൂതനാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഫത്വ എന്ന് പറഞ്ഞാൽ പുതിയ നിയമനിർമ്മാണം, അപ്പൊ പുതിയ ഉപദേശം, ഇനി ഞങ്ങൾ മറുപടി പറയുന്നില്ല വിമർശകർക്ക്. പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഉസ്താദുമാരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നുമുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വരുന്നവരോട് മാത്രമേ ഇനി മുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുള്ളൂ എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായം പുറപ്പെടുവിച്ചിട്ടുണ്ടത്രേ. ആ ഗ്രൂപ്പിൽ കേട്ടതാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വിമണും മെന്നും വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ ഇസ്ലാമിക് ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു റൈറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല. നിങ്ങൾക്ക് ഇതിന് കുറെ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അവസാനം വരെയുള്ള മതമാണ്, അപ്പൊ നമുക്ക് ഒരിക്കലും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്തി എഴുതാനോ ഒന്നും പറ്റില്ല എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പം എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഇതിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ഇക്വാലിറ്റി ഇക്വിറ്റി ഒന്നും എത്തില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുറച്ചെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ എത്ര എന്താ പറയാ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. യുക്തിവാദികളും എക്സ് മുസ്ലിംസുമായിട്ടുള്ള ആൾക്കാർ ഈ മതത്തെ പ്രാമാണികമായി വിമർശിക്കുന്നത് കൊണ്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ? മുസ്ലിം സ്ത്രീകൾ അവരുടെ അവകാശത്തെ സംബന്ധിച്ച്, അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അവരുടെ സ്വത്വബോധത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവർ മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് പ്രതികരിക്കാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് ഇത്ര നാളും ഈ മതം ഇങ്ങനെ നിലനിന്ന് പോയത്. പണ്ട് പറഞ്ഞ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുഹമ്മദ് നബി നെവർ ഹിറ്റ് ഹിസ് വൈഫ്സ്. പക്ഷെ അതിന്റെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന സാഹചര്യത്തിലൊക്കെ സ്ത്രീകൾ അടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉണ്ട്. അപ്പം ഓരോ പേഴ്സണിലേക്ക് വരുമ്പോൾ പല രീതിയിലാണ് ഇസ്ലാം ചുരുങ്ങി പോകുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ അവരെടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അതിലുള്ള മുഴുവൻ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിതം അല്ലെങ്കിൽ ആരോ പറഞ്ഞ മാതിരി ഒരു പ്രിസണിൽ കൺഫൈൻഡ് ആയ പോലെ അവസ്ഥ ആയിരിക്കും നമുക്ക്. അതായത് ഒരു കാലത്ത് ഖുർആനിലും ഹദീസിലും എന്താണുള്ളത് എന്ന് ജനങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഇടക്കാലത്ത് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ രംഗപ്രവേശം ചെയ്തതിന് ശേഷമാണ് 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഓരോ ദിവസവും മനുഷ്യൻ നിർബന്ധമായിട്ടും 17 തവണ നമസ്കാരത്തിൽ ഉരുവിടുന്ന സ്വലാത്ത് എന്നും കൂടി അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ അധ്യായത്തിന്റെ പോലും അർത്ഥം പഠിക്കാൻ തുടങ്ങിയത് ഈ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും ഒക്കെ വന്നതിന് ശേഷമാണ്. സുന്നി മദ്രസകളിൽ ഒന്നും അർത്ഥങ്ങൾ പഠിപ്പിച്ചിരുന്നേയില്ല. പണ്ട് കാലത്ത് അവരെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കേ മദ്രസകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അർത്ഥം പഠിക്കാൻ തുടങ്ങിയപ്പോൾ, ആശയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ മതത്തിൽ ഇന്നതാണുള്ളത് എന്നറിയാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങി, പ്രതികരിക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് 100% ആയിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലും എന്താ പറയാ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. പക്ഷെ ഓരോ രാജ്യത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഇസ്ലാമില് അനുവദിച്ച കാര്യങ്ങളല്ല. നമുക്ക് ഒരു പൊതു ഇടത്തിൽ വന്ന് സംസാരിക്കുക, നിന്ന് സംസാരിക്കുക, ആണുങ്ങളെ നോക്കി സംസാരിക്കുക, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ചെയ്യുന്നത് ആ വിധികളെ മാനിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ മറിച്ച് ഞങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം സ്ത്രീകളുടെ ഫ്രീഡം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ വസ്ത്രത്തിലായാലും എഡ്യൂക്കേഷനിലായാലും സ്വത്തിലായാലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശരിക്കും മുസ്ലിങ്ങൾ തുനിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ജാസുസ്താദ് എല്ലാവരും അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ഇതിൽ നിന്നും പുറത്തു പോകുന്നത് എന്നും അറിയാം. ഇതിങ്ങനെ നിൽക്കാത്തതും അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടാണ് ആളുകൾ പുറത്തു പോകുന്നത്. സോ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടാത്ത ഒരു ഈ മതത്തിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല. ഒന്നാമത്തെ കാര്യം ഇവരുടെ അസഹിഷ്ണുതയും വിവരക്കേടുമാണ്. 2 ഭീഷണിയും കൊലവിളികളുമാണ്. ഉത്തരങ്ങളില്ല. ഇവർക്ക് പഠനമില്ല, വിജ്ഞാനങ്ങളിലെ അപ്ഡേഷൻ ഇല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ഒക്കെ ഒതുക്കിയും ഇല്ലാതാക്കിയും എത്ര നാൾ ഈ മതം ഇങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കും? കാര്യങ്ങൾ ഇനി എത്ര കാലം എടുത്താലും മാറാൻ പോകുന്നില്ല. നമ്മളിത് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ, ചിന്തിക്കുന്നില്ല. ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. നമ്മൾ എവിടെ പോയിട്ടും ഇതിനു വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ഇതിനു വേണ്ടി പോലും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് സ്കോളേഴ്സ് ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ശരിക്കും മുസ്ലിങ്ങൾ തുനിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ആ ജാസുസ്താദ് എല്ലാവരും അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും ഇതിൽ നിന്നും പുറത്തു പോകുന്നത് എന്നും അറിയാം. ഇതിങ്ങനെ നിൽക്കാത്തതും അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് തെറ്റുകൾ കണ്ടുപിടിച്ചിട്ടാണ് ആളുകൾ പുറത്തു പോകുന്നത്. സോ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടാത്ത ഒരു കാര്യങ്ങൾ ഇനി എത്ര കാലം എടുത്താലും മാറാൻ പോകുന്നില്ല. നമ്മളിത് എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി റൈറ്റ്സ് കൊടുക്കാൻ പറ്റുമോ എന്ന ഒരാൾ പോലും ഇസ്ലാമിന്റെ ഉള്ളിൽ. ഒരു മുസ്ലിം സ്ത്രീക്ക് അവളുടെ അവകാശം വകവെച്ചു കൊടുക്കേണ്ടത് ഒരു പുരുഷനല്ല. പുരുഷനെ പോലെ തന്നെ സ്ത്രീയും സ്വതന്ത്രയാണ് എന്ന ബോധമാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. സ്കോളേഴ്സ് ചിന്തിക്കുന്നില്ല. ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. കണ്ടില്ല, അവരുടെ സംസാരത്തിൽ പോലും ആ വിധേയത്വമുണ്ട്. അത്രയെങ്കിലും ഞങ്ങൾക്കൊന്ന് വകവെച്ചു തന്നാൽ മതി ഇസ്ലാമിക പണ്ഡിതന്മാർ. അത് നമ്മൾ അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ടാണ്. അപ്പോൾ മൊത്തവും നമ്മളിങ്ങനെ യുക്തിവാദികളെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നൊന്നും പറയുന്നില്ല. കുറച്ചെങ്കിലും ഒരു സ്വാതന്ത്ര്യം. എവിടെ പോയിട്ടും ഇതിനു വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് ഇതിനു വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തു തരും, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അത് പറ്റില്ല, ഇത് പറ്റില്ല, അത് ഇതിൽ പറ്റാത്ത കാര്യങ്ങളാണ്, ഇന്ന സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കോണ്ടെക്സ്റ്റിൽ ഇത് പറ്റില്ല. അപ്പൊ നമുക്ക് കോണ്ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് സമാധാനമായിട്ട് ഇറങ്ങി നടക്കാനും സമാധാനമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അത് മാത്രമാണ് ചോദിക്കുന്നത്. ഇത്രയും കാലമായിട്ട് അത് കിട്ടിയിട്ടില്ല. കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വകവെക്കാതെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പൊതു സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒരേ നിയമമായിരിക്കണം. വിവാഹ നിയമമാണെങ്കിലും വിവാഹമോചന നിയമമാണെങ്കിലും അനന്തരാവകാശ നിയമമാണെങ്കിലും ദത്താണെങ്കിലും തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിയമമായിരിക്കണം. അപ്പോ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു നിയമം വരണം. മാതാപിതാക്കളുടെ മക്കളിൽ ആണിനും പെണ്ണിനും ഈക്വൽ റൈറ്റ് വേണം, തുല്യ പങ്കാളിത്തം വേണം, തുല്യ ഷെയറിങ് വേണം. ഇത് തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ പൊതു സിവിൽ കോഡ് വരിക എന്നുള്ളൊരു ഒറ്റ കാര്യമേ ബാക്കിയുള്ളൂ. ചെയ്യുന്നത് ഇപ്പൊ സ്വത്തിന്റെ കാര്യം ഇവിടെ ഒരാൾ സംസാരിച്ചു, ഞാനൊക്കെ അത് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് എന്നോട് ഒരു സ്ഥലത്ത് പറഞ്ഞതുള്ളത്, ഒരിക്കല് നാസർ മാനു എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ, അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചുപോയി, അദ്ദേഹത്തിന് കുറച്ച് പെൺമക്കളുണ്ട്. ആ വാപ്പയുടെ സമ്പത്തില് 10 സെന്റ് സ്ഥലം ആ പെൺകുട്ടികൾ വാപ്പയുടെ സഹോദരനോട് കെഞ്ചി ചോദിക്കുന്നു. കാരണം പെൺമക്കളാണുള്ളത്. ആ അവസാന ശ്വാസം
എടുക്കുമ്പോൾ പോലും അദ്ദേഹം ആ സമ്പത്ത് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ ശരിയായ അവകാശികൾക്ക്. ശരീഅത്ത് നിയമം അങ്ങനെയാണ്. മുസ്ലിം കുടുംബത്തിലെ പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ അവരുടെ സമ്പത്തിന്റെ ബാക്കി പോകുന്നത് വാപ്പയുടെ സഹോദരങ്ങൾക്കാണ്. നിങ്ങൾക്കൊക്കെ എന്തിനാണ് നിങ്ങളുടെ വാപ്പന്റെ സ്വത്ത്? നിങ്ങളൊക്കെ സ്വയം ഉണ്ടാക്കിയിട്ട് ജീവിക്കൂ എന്ന ആ ചെറിയ പ്രായത്തിൽ, അതായത് എനിക്ക് എന്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് എനിക്ക് 15 വയസ്സാണ്. ആ പ്രായത്തിൽ ഞാൻ എവിടെ പോയി പണിയെടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കേണ്ടത്? സോ ആൺകുട്ടികളില്ലാത്ത സമയത്ത്, ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് പകുതി സ്വത്ത് മാത്രം ലഭിക്കുകയും സ്വത്ത് മുഴുവനായി നിഷേധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഏത് വേദിയിലെത്താലും ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് ഉസ്താദേ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പകുതി കൊടുക്കുന്നത്, ആൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് മുഴുവൻ കൊടുക്കുന്നത്? അപ്പോൾ അത് ഈ ശരീഅത്ത് നിയമപ്രകാരം ആൺകുട്ടികളാണല്ലോ ബേർഡൻ മൊത്തം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഞാൻ പറയും, അങ്ങനെ ആക്കുന്നതിന് പകരം പെൺകുട്ടികൾക്ക് മുഴുവൻ സ്വത്തം കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരും കൂടി കരിയർ ബിൽഡ് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അത് പറ്റില്ല, അത് അവിടെ നടക്കില്ല. അതുപോലെ തന്നെയാണ് ഓരോ അവസ്ഥ വരുമ്പോഴും ഇവർ കോണ്ടെക്സ്റ്റിനെ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്കറിയാം, എന്റെ നിക്കാഹിന്റെ സമയത്ത് എന്റെ ഉപ്പ ഇല്ലാതെ മൂത്താപ്പയാണ് നമ്മുടെ കൈ കൊടുക്കേണ്ടത്. മൂത്താപ്പ ഗൾഫിലാണ്. ഈ മൂത്താപ്പ ഗൾഫിലായ ആള് പിന്നെ ആൾക്കാരെ തെരഞ്ഞെടുക്കുക. എന്റെ ഉമ്മ ഓരോരുത്തരെ തെരഞ്ഞെടുക്കുക, ആരെ കൈ കൊടുക്കുക. എന്റെ ഉമ്മ കൈ കൊടുക്കാൻ പറ്റില്ല, കാരണം ഉമ്മ സ്ത്രീയാണ്, വാപ്പയാണ് ഇത് നോക്കി വളർത്തേണ്ടത്. അപ്പൊ വാപ്പ ഇല്ലെങ്കിലും മൂത്താപ്പ കൊടുക്കണം. അപ്പൊ എല്ലാ മൂത്താപ്പന്മാരും സ്വന്തം അനിയന്റെ മക്കളെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മൂത്താപ്പന്മാര് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ നിയമം വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവരണോ കൈ കൊടുക്കാൻ? അപ്പൊ എനിക്ക് അതാണ് വേണ്ടത്. കാരണം പണ്ടത്തെ കാര്യത്തിൽ ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്, അത് പണ്ട് ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കണം, ഓരോ ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. സോ ഇക്വിറ്റിന്ന് അപ്പോ നമുക്ക് വേണ്ടതും ഇത് തന്നെയാണ്. മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ തന്നെ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് വരണം. അവർ ഇസ്ലാമിൽ അനുഭവിക്കുന്ന അനീതികൾ തുറന്നു പറയണം. തട്ടമിട്ട 3 പെണ്ണുങ്ങളെ ട്യൂഷൻ എടുത്ത് MM അക്ബർ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ബാനറിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് കറുത്ത ചാക്കിൽ ചൂളക്കി വെച്ചിട്ട് നടക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നില്ലേ, ഇസ്ലാമിനേക്കാൾ ഏത് മതത്തിനാൾ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ളത് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസവും പൊതുബോധവും ധാർമ്മികതയുമുള്ള ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ശബ്ദങ്ങൾ ഇരിക്കണം. ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്താണ്, എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് ഇനിയും നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.